ഹായ് നമസ്കാരം. എല്ലാവർക്കും ധന്യ ഷിജിൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷിജിൻ. കഴിഞ്ഞ ദിവസം റിനോ ലവ് എന്ന് പറയുന്ന ഒരു കഥയില്ലാത്തവനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വയനാട് ദുരന്തത്തിൽ ഞാൻ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് സ്ക്രീനിൽ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് പ്ലേ ചെയ്യാം. വയനാട് ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷ്, അദ്ദേഹം തൻ്റെ പ്രിയ ശിഷ്യർ മരണപ്പെട്ട നെഞ്ചുപൊട്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണീരോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ആ വീഡിയോയും വയനാട്ടിൽ മരണപ്പെട്ട മറ്റുള്ള പലരുടെയും വീഡിയോസും ഇനി ഷിരൂരിൽ കാണാതെ അർജുൻ്റെ വീഡിയോ അതൊക്കെ വെച്ചുകൊണ്ട് ഒരുത്തൻ അവിടെ ഇരുന്ന് അട്ടഹസിക്കുകയാണ്. അവൻ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു സാഡിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അവന് ഈ വക ഇവരുടെ കണ്ണീരും അല്ലെങ്കിൽ കേരളം മുഴുവൻ നെഞ്ചു പൊട്ടി നിൽക്കുന്ന സമയത്ത് അവൻ അതൊക്കെ കണ്ടിട്ട് ചിരിക്കാനാണ് തോന്നുന്നത്. അവൻ അവിടെ ഇരുന്ന് അട്ടഹസിക്കുകയാണ്. എന്തായാലും അവന് സോഷ്യൽ മീഡിയയിൽ തെറി അഭിഷേകമായിരുന്നു 1-2 ദിവസമായിട്ട്. അത്രയധികം പൊങ്കാല കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പലരെയും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ നാട്ടുകാരൊക്കെ കൈവയ്ക്കുന്ന കാര്യമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മുടെ അതുൽ വ്ലോഗ്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതുൽ വ്ലോഗ്സിൻ്റെ കയ്യിൽ ഈ റിനോയെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പർ സഹിതം ഉണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ സമീപിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നൽകാം. പകരം കമൻറ്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഇൻബോക്സിലോ DM ഒക്കെ ആയിട്ട് ചോദിച്ചാൽ തരില്ല. കാരണം അങ്ങനെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവനുള്ള കഥ ശരിക്കും നാട്ടുകാർ തന്നെ കഴിക്കും. കാരണം അവർ വിളിച്ച് നല്ല രീതിയിൽ തന്നെ തെറി പറയുകയും അവനെ വീട്ടിൽ കയറി തല്ലും എന്നുള്ള കാര്യത്തിൽ, അവനെ പഞ്ഞിക്കിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സൈബർ സെല്ലിൽ നിന്നും, കേരള പോലീസിൻ്റെ സൈബർ വിങ്ങിൽ നിന്നും അതുൽ വ്ലോഗിനെ വിളിച്ചതിന് ശേഷം അതുൽ വ്ലോഗ്സ് നമ്പർ കൊടുത്ത് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ അതുൽ വ്ലോഗ്സ് സൈബർ സെല്ലിന് കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതുലാണോ? അതെ, അതിലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതായത് അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോ ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം അവരുടെ അഡ്രസ് കാര്യങ്ങൾ ഫോൺ നമ്പർ അതിന്റെ എന്നാണ് അറിഞ്ഞത്. ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? പറഞ്ഞല്ലോ സാർ. സൈബർ സെല്ല് തന്നെയല്ലോ, കൺഫേം ആണല്ലോ? അതെ 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 അതെ. ഇല്ല, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ടാ, അതുകൊണ്ടാണ്. ഇല്ല, അതുകൊണ്ടാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചത്, മൊബൈലിൽ നിന്ന് വിളിക്കാൻ കൊണ്ടാണ്. ഇത് മൊബൈൽ നമ്പർ അല്ലേ? ഇത് എയർടെലിന്റെ ഞങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പറാണ്. ഞങ്ങളുടെ എയർടെൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ നമ്പറാണ്. ഓക്കെ സാർ. വെയിറ്റ് ഒരു സെക്കൻഡ്. സാർ 2 നമ്പർ ഉണ്ടേ. ഒരു മിനിറ്റ് പറഞ്ഞു. 96 33 83 ഇല്ല 83 അല്ല 33 9633 91 സാർ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം അടുത്ത് ഒരു സെക്കൻഡ് സാർ. 80 78 40 78 അല്ലേ? ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയാം. 807840 അതെ. ഓക്കെ. മറ്റേ ഫസ്റ്റ് നമ്പറിന്റെ SDR ആ പേര് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവൻ്റെ ആദ്യത്തെ ആ വീഡിയോകൾ വന്ന സമയത്ത് തന്നെ പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണോ, ഇവന് 18 വയസ്സാവാത്ത മൈനറാണോ, അതോ മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക വെല്ലുവിളികൾ എന്തെങ്കിലും നേരിടുന്നവനാണോ തുടങ്ങിയ രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ. പക്ഷേ ഇവന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, 100% പെർഫെക്റ്റ് ഓക്കെയാണ്. മാത്രമല്ല ഇവന് 18 വയസ്സല്ല, ഈ റിനോ എന്ന് പറയുന്ന ഇവൻ്റെ വയസ്സ് 29 വയസ്സാണ്. 29 വയസ്സായ ഇവനാണ് ഇതുപോലെയുള്ള ഒരു ആഭാസത്തരം ചെയ്തിരിക്കുന്നത്.
എന്തൊരു വൃത്തികെട്ട പ്രവൃത്തിയാണ്. 29 വയസ്സായിട്ടും ചിന്തിക്കാനുള്ള ബോധം ഇവനില്ലേ എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. അച്ഛൻ ലണ്ടനിലാണ്. ഒരു അനിയനാണ് അത്ര ഉള്ളത്. ഈ അതുൽ വ്ലോഗ്സിലെ അതുലിൻ്റെ സുഹൃത്താണ് ഈ വക കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യക്തിയാണ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം അതുൽ വ്ലോഗ്സിനെ കൈമാറിയിരിക്കുന്നതും. എന്തായാലും സൈബർ സെല്ല് അന്വേഷിച്ച് അധികം വൈകാതെ തന്നെ പോലീസ് അവൻ്റെ വീട്ടിലെത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല അവൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ID എല്ലാം റിമൂവ് ചെയ്ത്, യൂട്യൂബ് ID എല്ലാം റിമൂവ് ചെയ്ത് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ടും ഈ ഒരു റിനോ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അധ്വാനിക്കാൻ പറ്റില്ല, മടിയനാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഒരുപാട് പണം തൻ്റെ കയ്യിൽ വരണം. അച്ഛൻ്റെ പണം കൊണ്ടാണ് ലണ്ടനിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ പണം കൊണ്ടാണ് ഇവൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ അച്ഛൻ്റെ പണം കൊണ്ട് അതും ദൂർത്തടിച്ചുകൊണ്ട് അച്ഛൻ്റെ ചെലവിൽ കഴിയുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും വേഗം പണക്കാരനായി അത്രയധികം പണം സമ്പാദിക്കണം. പക്ഷേ ഇവനൊട്ട് ജോലി ചെയ്യാനും വയ്യ, അധ്വാനിക്കാനും വയ്യ, മടിയുമാണ്. എന്നാലൊട്ട് പണവും വേണം. ഇംഗ്ലീഷ് അറിയില്ല, വിദ്യാഭ്യാസമില്ല, വിവരവും ബുദ്ധിയും ഒന്നുമില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ മെൻ്റൽ എന്നുള്ള തരത്തിലൊന്നുമല്ല. അക്കാര്യത്തിലൊക്കെ ഇവൻ 100% ഓക്കെയാണ്. പക്ഷേ ചിന്തിക്കാനുള്ള, വിവേകപരമായ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവനെപ്പോലുള്ളവരൊക്കെ ചെയ്യുന്ന, ഇവനെ പോലുള്ള മറ്റ് കുറേ ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഇത്രത്തോളം തരം താഴ്ന്നിട്ടില്ല. ഈ നെഗറ്റീവായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കണ്ടൻറ്റുകളൊക്കെ എടുത്ത് അതിന് നേരെ അതിൻ്റെ നേരെ നെഗറ്റീവായി സംസാരിക്കുക. ഓപ്പോസിറ്റായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഇവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കി റീച്ച് ആവാം എന്ന് ചിന്തിക്കുന്ന പലരും ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അത് ഈ ഒരു വിഷയം മാത്രമല്ല, മറ്റ് പല മേഖലകളിലെ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്ന പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഉണ്ട്. പക്ഷെ അവരൊന്നും ഇത്രത്തോളം മോശമായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ റീച്ച് ഉണ്ടായി അതിനനുസരിച്ച് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സോഴ്സ് ഇതല്ല. സാഡിസ്റ്റ് എന്നിവരെ പറഞ്ഞാലും മതിയല്ല. ആ ജില്ല വയനാട് മുഴുവൻ തകർന്നിരിക്കുന്ന സമയത്ത് വയനാടിനെ പുനരധിവസിപ്പിക്കാനും അവിടെയുള്ള ആളുകളെ പഴയ രീതിയിലേക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, എല്ലാ കോണിൽ നിന്നും എല്ലാവരും സഹായങ്ങൾ എത്തിക്കുകയും അവർക്ക് ആവശ്യമായ മെൻ്റൽ സപ്പോർട്ട് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവനും കേരളത്തിൽ തന്നെയാണ്, ഇവനും ഒരു മലയാളിയാണ്. എന്തായാലും ഇവനെ പോലുള്ള എത്രയും വേഗം നെഗറ്റിവിറ്റി ഉണ്ടാക്കിയെടുത്ത് റീച്ച് ആവണം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള മേഖലയല്ല ഇതുപോലുള്ള ദുരന്തങ്ങളും മറ്റുള്ളവരുടെ ജീവിതം വെച്ചുള്ള കളികളും. അവരൊക്കെ അവിടെ എത്രത്തോളം, ആ ക്യാമ്പിൽ കഴിയുന്നവർ എത്രത്തോളം വിഷമിച്ചിട്ടാണ്, അവരുടെ ജീവിതം തന്നെ പോയ അവസ്ഥയിലാണ് അവരവിടെയൊക്കെ നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഇവനൊക്കെ എങ്ങനെ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? മൃഗീയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൃഗങ്ങൾ പോലും ഇതിനേക്കാളും കനിവുള്ളവരാണ്. കാരണം അന്ന് ആ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഒരു അമ്മയും അവരുടെ ഒരു കൊച്ചുമകളും അവരെ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കാട്ടാന വന്നിട്ട് മുൻപിൽ നിൽക്കുകയും ആ കാട്ടാനയോട് ഞങ്ങൾ അപകടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രാവിലെ വരെ കൂട്ടായി അവർക്ക് തുണയായിട്ട് നിന്ന ഒരു കാട്ടാനയുടെ കഥയൊക്കെ നമ്മൾ കേട്ടതാണല്ലേ. ഒരുപാട് മിണ്ടാപ്രാണികൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണുന്ന സമയത്ത് അവരുടെ വളർത്തു മൃഗങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അത് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മൃഗീയം എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം മൃഗങ്ങളൊക്കെ എത്രയോ ഭേദമാണ്. ഇവൻ്റെയൊക്കെ ഈ ഒരു ഇവൻ്റെ മാതാപിതാക്കളോടാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഇവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുപക്ഷെ പറഞ്ഞാലൊന്നും ഇവന് മനസ്സിലാവില്ല. കാരണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു ദുരന്തത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴും അവരെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ആവണം, നെഗറ്റിവിറ്റി ഉണ്ടാക്കി പബ്ലിസിറ്റി കിട്ടണം എന്നുള്ളത് ചിന്തിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഇവൻ്റെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരു ദാരുണമായ ദുരന്തം വന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ തോന്നുമോ എന്നുള്ളത് ഇവനെ പോലുള്ളവർ ചിന്തിക്കുക. ഇതൊരു റിനോയ് മാത്രമല്ല, ഈ റിനോയെ പോലെ ചിന്തിക്കുന്ന പലർക്കുമുള്ള മറുപടിയാണ്. എന്തായാലും സൈബർ സെല്ല് ഇവൻ്റെ നമ്പറും കോൺടാക്റ്റ് ഡീറ്റെയിൽസും എല്ലാം എടുത്തിട്ടുണ്ട്, അവൻ്റെ അഡ്രസ്സ് സഹിതം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും നിയമപരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇവൻ്റെ പൊടി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രത്തോളം കേരളം ഇളകി നിൽക്കുകയാണ്. ഇവൻ്റെ ഈ ഒരു കാര്യം വന്ന സമയത്ത് തന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് എത്ര പേർ മുന്നോട്ട് വന്നു എന്നതിൽ കയ്യും കണക്കുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കയ്യിൽ ഇവൻ പെടാതിരുന്നത് ഭാഗ്യം.